ഈ പറയപ്പെടുന്ന ആരും തന്നില്ല. അന്ന് പലരും ചോദിച്ചു, കേരളത്തിലെ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ആക്ഷേപിച്ചാൽ തനിക്കെന്തോ കാര്യം? അവർ ഏക്കാരല്ലേ? ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഉണ്ണിത്താൻ എന്താ കാര്യം? എടോ, ഏക്കാരെ ആക്രമിച്ച ഏക്കാർ മറുപടി കേട്ടു ഉണ്ണിത്താനെ. ഞാൻ അദ്ദേഹത്തെ അങ്ങനെയല്ല കണ്ടത്, എന്നെ നേതാവായിട്ടാണ്. ഓരോ മന്ത്രിമാരെയും, ഓരോ എം പിമാരെയും, ഓരോ MLA-മാരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്തില്ലേ? ആർക്ക് വേണ്ടി? എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ? ഈ പാർട്ടിക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ശത്രുക്കളെ മുഴുവൻ, ഇനി ഞാൻ എന്തിനാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്? ഈ വക്താവിൻ്റെ സ്ഥാനം ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടിയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഞാൻ പ്രതിരോധ നിര സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിച്ച് പ്രത്യാക്രമണം നടത്തി അവരെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ഈ പാർട്ടിക്ക് വേണ്ടി. എനിക്ക് ഇന്ന് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ജേക്കബ് ജോർജ് അടക്കം ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ല. എൻ്റെ പ്രസിഡന്റിനെ, എൻ്റെ പ്രതിപക്ഷ നേതാവിനെ, എൻ്റെ മുൻ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നവരെ, എൻ്റെ UDF ലീഗിനെ ആരെങ്കിലും തൊട്ടാൽ, ഞാൻ അത്താണിയിരിക്കുന്നല്ലേ പറയട്ടെ, ലീഗിനെ ആരെങ്കിലും തൊട്ടാൽ എനിക്ക് വേദനിക്കും. കാരണം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ലെ രണ്ടാമത്തെ പാർട്ണറാണ് ഞാൻ. കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഈ UDF-ലെ ഓരോ പാർട്ട്നേഴ്സിനും വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. അതിൻ്റെ നട്ടം എനിക്കുണ്ടായി. ഞാൻ ഈ മാതൃഭൂമി ചാനൽ പ്രഖ്യാപിക്കുന്നു, സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, നീതിപൂർവമായി പ്രവർത്തിക്കാൻ ഈ സ്ഥാനം എനിക്കൊരു വിലങ്ങ് തടിയായി മാറിയിരിക്കുന്നു. എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവനാ. ആ അഭിപ്രായം പറയേണ്ടടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാനെന്തിനാ ഈ വിഴുപ്പി നോക്കുന്നതാണ്? ഈ മാതൃഭൂമിയിൽ വെച്ച് ഞാൻ പറയുന്നു, കോൺഗ്രസിൻ്റെ വക്താവ് സ്ഥാനം ഈ നിമിഷം ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇനി വക്താവിൻ്റെ സ്ഥാനത്ത് ഞാൻ തുടരത്തില്ല. ഇനി എനിക്ക് ശത്രുക്കൾ വേണ്ട, മിത്രങ്ങൾ മതി. പക്ഷേ ഇനി ഞാനും ഒരു മുരളീധരനാണ്. ആരാ മുരളീധരൻ? കേരളത്തിലെ KPCC ആക്കി വിമർശിക്കാം. ആരോട് അനുവാദം വാങ്ങിച്ചിട്ട് അയാൾ ഷാർജയിൽ പോയത്? KPCCയുടെ പെർമിഷൻ വാങ്ങിച്ചു. അവിടുത്തെ ആളുകൾ ചെല്ലലെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? കേരളത്തിലെ KPCCയെ പരസ്യമായി മൈക്കിലൂടെ വിമർശിക്കുന്നില്ലേ? പ്രതിപക്ഷ നേതാവിടെ പ്രതിപക്ഷമില്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ഇടതുപക്ഷമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആർക്ക് വേണ്ടിയത്? അതുകൊണ്ട് ഇനി എനിക്കും എൻ്റെ അഭിപ്രായമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളറിയണം, ചാനലിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ. അതിന് ഈ വക്താവിൻ്റെ സ്ഥാനം ഒരു ബന്ധനമാണ്. അറ്റ് ദ മൊമെൻറ്റ് ഇറ്റ്സെൽഫ് ഞാൻ ആ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി വക്താവിൻ്റെ സ്ഥാനത്ത് ഈ വിഴുപ്പ് ഭാണ്ഡം ചുമക്കാൻ ഞാനില്ല. നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാം, അതിന് മറുപടി എനിക്കുണ്ട്. ഞാൻ സ്വതന്ത്രമായി, നിഷ്പക്ഷമായി അഭിപ്രായം പറയും. ഈ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനഭലഷണീയമായ സകല പ്രവണതകളെയും ഇതിനകത്ത് നിന്ന് ശക്തിയുക്തം ഞാൻ എതിർക്കും. അനീതി കണ്ടാൽ, ഇതിനകത്ത് സദാചാര വിരുദ്ധ പ്രവർത്തനം കണ്ടാൽ ഞാൻ ഒരു കാവലാളായി നിൽക്കും. ഒരു തർക്കവും ആർക്കും വേണ്ട. പിന്നെ എനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തു, അന്വേഷിച്ചു, റിപ്പോർട്ട് കിട്ടി, നിരപരാധിയാണെന്ന് കണ്ട് തിരിച്ചെടുത്തു. ഒരു പെണ്ണ് പറഞ്ഞു എന്നെ മാനഭംഗപ്പെടുത്തി. ആരുടെയൊക്കെ പേരാ പറഞ്ഞ്? ആരെയെങ്കിലും ഒരുത്തനെ സസ്പെൻഡ് ചെയ്തോ? അന്വേഷണം വെച്ചോ? ആ പറഞ്ഞതിന് എന്തെങ്കിലും വിലയും നിലയും കൊടുത്തോ? പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ്റെ മകനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുകൊണ്ട് എന്നെ എന്തുവാകാം. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ എന്ത് ആരോപണം വന്നാലും ഒരു അന്വേഷണവും ഇല്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ മൂല്യം തകർന്ന് ഇപ്പം ഈ സ്ഥിതിയിലെത്തിയത്. അതിൻ്റെ ഒരു ഉത്തരവാദി കൂടിയാണ് ഞാൻ. ഈ പാർട്ടിക്ക് വേണ്ടി ഇത്തരം ആളുകളെ ചാനൽ വന്നിരുന്ന് ന്യായീകരിച്ച് ഇപ്പം കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി കോൺഗ്രസ് കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ആളുകളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ പാർട്ടിക്കൊരു മോചനം വേണം. യാതൊരു തർക്കവും വേണ്ട. ഇനി ഇതിനകത്ത് ഈ പറയുന്ന ആളുകൾ, അതുകൊണ്ട് മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പട്ടിയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴുതയ്ക്ക് കാമം വരുമ്പോൾ അത് കരഞ്ഞാൽ നിൽക്കുന്നത്. അത് ഞാൻ കണ്ടു ചാനലിലൂടെ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. അതുകൊണ്ട് എന്നെ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം. അല്ലാതെ ഇനി ഒരു പ്രത്യാക്രമണത്തിനുമില്ല, പ്രതിരോധത്തിനുമില്ല. ഇനി കോൺഗ്രസിൻ്റെ വക്താക്കന്മാരായി ചാർജ് എടുക്കുന്ന ആളുകൾ പ്രതിരോധിക്കട്ടെ, പ്രത്യാക്രമണം നടത്തട്ടെ. ഞാൻ ഫക്രുദ്ദീൻ അലിയെ പോലെ, ഞാൻ ജേക്കബ് ജോർജിനെ പോലെ അന്നേരം കിട്ടുന്ന വസ്തുതകളുടെ ന്യായാന്യായങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇനി പ്രതികരിക്കാവുള്ളൂ. അല്ലാതെ എവരെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല. അങ്ങനെ ചെയ്യാവുന്ന കോൺഗ്രസ് ചെയ്യണമെന്ന് കാരണം കോൺഗ്രസിൻ്റെ ഭരണഘടന എഴുതി വെച്ചിട്ടുമില്ല. പാർട്ടി വിടുമോ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് സ്ഥാനത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ഞാൻ ചെയ്തത് കോൺഗ്രസ് ചെയ്യുന്ന സകല തെറ്റുകളെയും ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി അതിൻ്റെ ശരിയും തെറ്റും നോക്കി മാത്രമേ ഞാൻ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കൂ. വല്ലഭന് പുല്ലും ആയുധമാണ്. ഇപ്പൊ പ്രസവ വാർഡ് എന്ന് എഴുതി വെച്ചിട്ട് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എഴുതി വെക്കേണ്ട. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല വേണു. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ 5ഓളം വക്താക്കളെയാണ് ഒരു ഘട്ടത്തിൽ KPCC തീരുമാനിച്ചത്, അല്ലേ?
അതിലൊരാളാണ് താങ്കൾ. ആ സ്ഥാനമാണ്. അങ്ങനെയല്ല. കേരളത്തിൽ ആകെ ഒരു വക്താവേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ MM ഹസനാണ്. ആ ഹസൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ ആ സ്ഥാനത്ത് എന്നെ വെക്കാൻ ആലോചിച്ചു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒറ്റയ്ക്ക്, നേരത്തെ സോണിയാഗാന്ധി ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു, എല്ലാ സ്റ്റേറ്റിലെയും വക്താക്കളെ വിളിച്ചു. വക്താക്കളെ വിളിച്ചപ്പോൾ ഓരോ സ്റ്റേറ്റിലും 6-7 വക്താക്കൾ. കേരളത്തിലെ വക്താവിനെ വിളിച്ചപ്പോൾ ഒരാളേ ഉള്ളൂ, ഹസൻ. അപ്പോൾ സോണിയാഗാന്ധി അതിശയിച്ചു, കേരളത്തിലാകെ ഒരാളേ ഉള്ളൂ എന്ന് ചോദിച്ചു. രണ്ടാമതൊരാൾ വരാൻ പുള്ളി സമ്മതിക്കില്ല. അതുകൊണ്ട് എന്നെ ആ സ്ഥാനത്ത് അവരോധിക്കാൻ ശ്രമിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒറ്റയ്ക്ക് ആ പോസ്റ്റിൽ ഇരിക്കേണ്ട. അപ്പോൾ ഓരോരുത്തരെ വെച്ച് പിന്നെ അത് ഗ്രൂപ്പായി. അങ്ങനെ അവസാനം വന്നപ്പോൾ 6 പേരായി. രാജ്മോഹൻ ഉണ്ണിത്താനായി, ജോസഫ് വാഴക്കനായി, പന്തളസുകാരനായി, PC വിശ്വനാഥായി, പിന്നെ അജയ് തറയിലായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ണിത്താൻ ഹസൻ്റെ സ്ഥാനത്ത് ഒറ്റ ആളായിട്ടിരിക്കേണ്ട. അപ്പോൾ ആ സ്ഥാനത്തിൻ്റെ മഹത്വം. പിന്നെ ഈ വക്താവായി കഴിഞ്ഞാൽ പാനലിസ്റ്റുകളെ വക്താക്കൾക്ക് തീരുമാനിക്കാം. അതാണ് എല്ലാ സ്റ്റേറ്റിലും. ഇപ്പോൾ ചാനലുകളുടെ ബാഹുല്യം വന്നു. ഇപ്പോൾ മാതൃഭൂമി, ഈ കേരളത്തിലെ മലയാള ചാനലുകൾ ഡിസ്കഷൻ നടക്കുമ്പോൾ അവിടെ ആളെ അയക്കുമ്പോൾ ആ വക്താക്കളുടെ പിന്നെ മീഡിയ ഹെഡിന് ആളുകളെ പല സ്ഥലത്ത് അന്നന്ന് ക്ലാസ് കൊടുത്ത് അവർക്ക് ചാനലിൽ പങ്കെടുക്കാൻ ആളുകളെ അയക്കാം. ഞാൻ വേണുവിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലാണ്. ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പറാണ്. 92-ലെ എലക്റ്റഡ് മെമ്പറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 5 വക്താക്കന്മാരിൽ താങ്കൾക്ക് മാത്രം എന്താണ് ഈ വക്താവ് സ്ഥാനം ഒരു തടസ്സമാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 5 വക്താക്കൾ, ബാക്കിയുള്ള വക്താക്കളൊക്കെ ചാനൽ വന്നിരുന്ന് അപ്പോഴപ്പോൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടാണ് അവർ മറുപടി പറയുന്നത്. ഞാൻ അങ്ങനെയല്ല. ശരിയായാലും തെറ്റായാലും പറയട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറയട്ടെ. ഇന്നലെ വരെ രാജ്മോഹൻ എന്താ ചെയ്ത്? ഞാൻ വന്നാൽ അന്ധമായി എൻ്റെ പാർട്ടി നേതാക്കന്മാരെ, എൻ്റെ മുന്നണി നേതാക്കന്മാരെ ഞാൻ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാന്ന് എനിക്കറിയാം. ആ തെറ്റെൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടും ഇനി താങ്കൾ VM സുധീരൻ്റെ വക്താവായി അറിയപ്പെടും. ഞാൻ വേണു, ഈ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറേ കൂടെ ഭംഗിയായി സംസാരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. എന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാക്കിയത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്, കേരളത്തിലൊരു നേതാവുമല്ല. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഡൽഹിയിൽ പോയി KPCC പുനഃസംഘടിപ്പിച്ച് അതിലൊരു ഭാരവാഹിത്വം എനിക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഡൽഹി പോയി. അന്ന് അജയ് മാക്കനായിരുന്നു ഇതിൻ്റെ മീഡിയയുടെ ഹെഡ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹി PCC പ്രസിഡന്റാണ്. അജയ് മാക്കനെ കണ്ടു. അതിനെന്നെ സഹായിച്ചത് ഒരാളാണ്, ആളുടെ പേരും പറഞ്ഞേക്കാം. ട്രിവാൻഡ്രത്തെ പാർലമെൻറ്റ് അംഗം ശ്രീ ശശി തരൂരാണ് എന്നെ അജയ് മാക്കൻ്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ കഴിവുകൾ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത്, ഉണ്ണിത്താനെ ഞാൻ കേരളത്തിലെ ഇതായി നിയമിക്കാൻ പോവുകയാണ്, PCCയുടെ ഒരു പെർമിഷൻ കൂടെ വാങ്ങിക്കും. അങ്ങനെ എന്നെ നിയമിക്കുന്ന കാര്യത്തിൻ്റെ പെർമിഷൻ KPCC ചോദിച്ചപ്പോഴാണ് ഒരു സ്ഥാനം 6ആയി മാറിയത്. മനസ്സിലായല്ലോ, അത് മനസ്സിലാക്കിയോ? അതുകൊണ്ട് എന്നെ വെച്ചത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്, ഇവിടുത്തെ ഒരു നേതാവുമല്ല. എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടാണ്, ഓൾ ഇന്ത്യ നേതൃത്വത്തോടാണ് പ്രതിബദ്ധത. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി 14 DC ബസ്സുമാരെ എടുത്തപ്പോൾ ഞാൻ ന്യായീകരിച്ചത്. അതുകൊണ്ടാണ് എന്നെപ്പോലും അതിനകത്ത് പെടുത്താതെ 48 വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ ഒരാളാണ് ഞാൻ. എന്നെപ്പോലും എടുക്കാതെ രാഷ്ട്രീയ കാര്യസമിതി പുനഃസംഘടിപ്പിച്ചിട്ട് ആ പുനഃസംഘടനയെ ഞാൻ ന്യായീകരിച്ചത് ചെയ്താരാ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഇവിടെ എല്ലാവരെയും ഇന്ന് ഓരോ കസേരയിരിക്കുന്ന എല്ലാവരെയും വെച്ചാരാ? സുധീറിനെ വെച്ചാരാ? AICC ആണ്. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല ആരാ? ഹൈക്കമാൻഡല്ലേ ഇവിടെ വന്ന ആളെ അയച്ച് അവരല്ലേ തീരുമാനിച്ചു. മുൻപ് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ചാരാ? MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടി. ഹൈക്കമാൻഡിന് ഡിസിഷനുണ്ട്. അപ്പോൾ സ്വാഭാവികം. അപ്പോൾ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടക്കാതെ ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് വന്നു അവരെ എല്ലാം വെച്ചത് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡാണ് 14 DCC വെച്ചത്. ആ ഹൈക്കമാൻഡാണ് രാഷ്ട്രീയ കാര്യസമിതി വെച്ചത്. ആ രാഷ്ട്രീയ കാര്യസമിതിയെ തെരുവിൽ പറയുക, ആ KPCC പ്രസിഡന്റിനെ തെരുവിൽ ആക്രമിക്കുക, ആ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷം ഇല്ലെന്ന് പറയുക. ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കേ. പൂച്ചയ്ക്കാര് മണികെട്ടും. കരുണാകരൻ്റെ മകൻ ഇത് പറയുമ്പോൾ കരുണാകരൻ്റെ മകൻ അയാൾക്ക് എന്തു ആകാം, അതിന് മറുപടി പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ശരി. അത് ശരിയല്ല. ഒരു കാര്യം കൂടി, ഇവിടെ മുരളി താങ്കളുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് താങ്കൾക്ക് വസ്തുതാപരമായി പിശക് സംഭവിച്ചു എന്നാണ്. ഈ പറയുന്ന ഡിസംബർ 23-നാണ് ലീഡറിൻ്റെ അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നത്. പക്ഷേ ഹിന്ദു ആചാരപ്രകാരം അന്നല്ല ശ്രാദ്ധദിനം മലയാള മാസം നോക്കിയാണ് അനുഷ്ഠിക്കാറ്. അങ്ങനെ വരുമ്പോൾ ഡിസംബർ 16 ധനുമാസത്തിലെ പൂയം നാട്. അന്ന് അദ്ദേഹം തിരുവല്ലത്ത് പോയി ബലിതർപ്പണം നടത്തുകയും അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ഗൾഫിലേക്ക് വസ്തുതാപരമായ ഒരു പെശകും ഇല്ല. മുരളീധരൻ മുൻ KPCC പ്രസിഡന്റായിരുന്നു.
മുരളീധരൻ പണ്ട് DAC-യുടെ പ്രസിഡൻ്റായിരുന്നു, മുരളീധരൻ പണ്ട് NCP-യുടെ പ്രസിഡൻ്റായിരുന്നു. ഇത് മൂന്നിലും കെ കരുണാകരൻ ഉണ്ടായിരുന്നു. കരുണാകരൻ കോൺഗ്രസ് വിട്ടു, DAC ഉണ്ടാക്കി. കരുണാകരൻ DAC-ന്ന് NCP പോയി. ഇത് മൂന്നിലും അദ്ദേഹം പോയി. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി 14 ജില്ലകളിലും കരുണാകരൻ്റെ പിന്നെ ചരമവാർഷിക ദിനം ആചരിക്കുമ്പോൾ തൃശ്ശൂരിൽ അവിടെ വിപുലമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ദിവസം അവിടെ അദ്ദേഹം ഉണ്ടാവണ്ടേ? നിങ്ങൾ ഈ പറയുന്ന മലയാളമൊക്കെ എനിക്കും അറിയാം മലയാളം. മുരളി പറഞ്ഞത് അല്ല, മുരളി എന്തും പറയുമല്ലോ. മുരളി ആർക്കെതിരെ എന്തും പറയുമല്ലോ. അച്ഛന് കൊള്ളി വയ്ക്കാൻ ഞാനില്ലെന്ന് പുള്ളി പറഞ്ഞല്ലോ. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ രണ്ടത്താണി, 2004 ഈ മുണ്ടുരിയൽ, അതുപോലെ തന്നെ ഇന്ദിരാഭവന് മുന്നിലെ നിരാഹാരം, അങ്ങനെ ഒരുപാട് നാടകീയ സംഭവങ്ങൾ ഉണ്ടായി. അത് ചെറുതല്ലാത്ത ക്ഷീണമാണ് പാർട്ടിക്ക് ഏൽപ്പിച്ചത്. ഇന്നിപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ പുതിയ കലാപം തുടങ്ങുമ്പോൾ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്, അത് അവർക്കിടയിൽ പരിഹരിക്കട്ടെ, UDF-ൽ എല്ലാവരും ഐക്യത്തോടെ നിൽക്കും, പ്രവർത്തിക്കും, പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ സ്വയം ശക്തരാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ആലങ്കാരികമായ പ്രയോഗം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഇത്? അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനായാലും കെ മുരളീധരനായാലും അവരൊക്കെ തന്നെ പരിചയസമ്പന്നരായ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നവരാണ്. കാരണം ആ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ കെ മുരളീധരനും KPCC-യുടെ പ്രസിഡന്റ് വരെയായത്. അപ്പോൾ തീർച്ചയായും അവർക്ക് രണ്ടുപേർക്കും കൃത്യമായ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്, കണ്ട് പഠിച്ചവരാണ്, എല്ലാം അറിഞ്ഞവരാണ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളുടെ കൂടെ സഞ്ചരിച്ചവരാണ്. സ്വാഭാവികമായും ഞങ്ങളുടെ ഒരു സംഘടനാ സംവിധാനമൊക്കെ അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംഘടനാ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് നമുക്ക് ഭരണപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ, ചർച്ച ചെയ്യാൻ ജനാധിപത്യ മുന്നണിയുടെ ഫോറമുണ്ട്, അവിടെ ചർച്ച ചെയ്യാം. കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസിനകത്ത് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരുപാടിടമുണ്ട്. കോൺഗ്രസ് പാർട്ടി വളരെ അനുഭവ സമ്പത്തുള്ള വളരെ വലിയൊരു കക്ഷിയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ രാജ്യത്തിലെ മതേതര ജനവിഭാഗത്തിന് ഇന്നും പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ദേശീയ തലത്തിലുള്ളൊരു കക്ഷി കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഇവിടെ ചർച്ച തുടങ്ങി വെച്ച വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ ചർച്ച തുടങ്ങി വെച്ച വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും റോളിൽ ഇവിടെ ഇടതുപക്ഷം തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടായി. UAPA നടപ്പാക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മന്ത്രിയുടെ പോലീസും അറിയാതെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അതേ സമയത്ത് തന്നെ ഇത് നടപ്പാക്കുന്ന മറുഭാഗത്ത് വരിക. രണ്ടത്താണി പറഞ്ഞതിനകത്ത് വസ്തുതാപരമായൊരു പിശകുണ്ട്. ശ്രീ മുരളീധരൻ KPCC പ്രസിഡൻ്റായത് താങ്കൾ പറഞ്ഞ പോലല്ല. 2001 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ട KPCC-യുടെ പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മറന്ന് ഓടി നടന്ന് അദ്ദേഹം UDF-നെ അധികാരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. അന്ന് ഹൈക്കമാൻഡ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് ശ്രീ AK ആൻ്റണിയാണ്. AK ആൻ്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന നിമിഷം തൻ്റെ മകനെ KPCC-യുടെ പ്രസിഡൻ്റായി അവരോധിക്കണമെന്ന് ഹൈക്കമാൻഡ് അന്ത്യശാസനം കൊടുത്തു. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ ആളുകൾ ഇവിടെ വന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയെ അഭിനന്ദിക്കേണ്ട ഒരു വേളയാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുമ്പോഴാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ പറയുന്നത് അങ്ങേ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാൻ കാരണം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഈ കസേരയിൽ ഇരിക്കേണ്ട. അതുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായി ശ്രീ AK ആൻ്റണി അവരോധിക്കണമെങ്കിൽ കരുണാകരൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആ നിമിഷം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം എൻ്റെ മകനെ KPCC പ്രസിഡന്റ് ആക്കണം. അങ്ങനെ അയാൾ KPCC പ്രസിഡന്റ്, അയാൾ താഴെ തട്ടിന്ന് എവിടെ വന്ന് I was selected as an executive member of a unit committee, then unit president, then taluk secretary, then taluk president, then district secretary, then district president, state general secretary. ഞാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വന്നാണ്. ഞാൻ കരുണാകരൻ്റെ മകൻ അല്ലാത്തതുകൊണ്ട്. അതേസമയം ഒരു കാര്യം പറയാം, രണ്ടത്താണി UAPA നമ്മുടെ ഗവൺമെൻറ് കാലത്തല്ലേ ഇവിടെ ചുമത്തിയത്? P ജയരാജനെതിരെ UAPA ചുമത്തിയ ആളുകളാണ്. ഇപ്പോൾ ഒരു സമരം ചെയ്യാൻ UAPA ആയിട്ട് തെരുവിലോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ജയരാജനെ UAPA ചോദിച്ചിട്ട് ഇപ്പം നിങ്ങൾ UAPA എതിർക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് അതിനെതിരെ പ്രതികരണമാകാം, പ്രസ്താവനയാകാം, പ്രതിഷേധമാകാം. ഒരു സമരത്തിലേക്ക് പോയാൽ സമരം ചെയ്യുമ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കും, ഉത്തരം പറയാൻ കഴിയേണ്ടി വരും. അതിനുള്ള മറുപടിക്ക് ശേഷം ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് വരാം. ശ്രീ രണ്ടത്താണി, UAPA കാര്യത്തിൽ
അല്ല, UAPA കാര്യത്തിൽ ഇവിടെ UAPA ആദ്യം കേരളത്തിൽ നടപ്പാക്കുന്നത് ആ കാലഘട്ടത്തിലൊന്നുമല്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും അറിയാതെ കേന്ദ്രന്മാരുടെ പേരിൽ UAPA ചുമത്തില്ല. അബ്ദുൽ നാസർ മൈദനി തൊട്ട് നമ്മൾ തടവിൽ കിടന്ന ഒരുപാട് പ്രതികളുണ്ടല്ലോ. ഇപ്പോൾ പുതിയ വിഷയമല്ല. മൈദനി ജയിലിൽ പോകുന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷമാണല്ലോ കേരളം ഭരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷമായാലും അല്ലെങ്കിൽ വലതുപക്ഷമായാലും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ തത്വത്തിൽ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടുത്തെ പോലീസിന്റെ കയ്യിൽ ശ്രീ രാജ്മോഹൻ താൻ പറഞ്ഞതിലെ ഒരു സാങ്കത്യം ശ്രീ രണ്ടത്താണി, ഈ ഒരൊറ്റ വർഷത്തെ കണക്കെടുത്താൽ ഇപ്പോൾ പുനരവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് വകുപ്പ്. അവർ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ ഒരൊറ്റ വർഷം കുറ്റപത്രം കൊടുക്കാതെ ഇരിക്കുന്ന 50 കേസുകൾ, അതിൽ 38 കേസുകൾ മുൻ സർക്കാരിന്റെ കാലത്ത്. ഒരൊറ്റ വർഷത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഏത് വസ്തുതയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇരു വിഭാഗത്തിൻ്റെയും ഈ കാര്യങ്ങൾ പറയേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഒക്കെ ഒരേ ഭാഗത്ത് നിന്ന് വരികയാണ്. മണിയുടെ കേസിലും അതുതന്നെയാണ്. മണി പ്രതിയാണെന്ന് കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ മണി രാജിവെക്കണമെന്ന് ഞങ്ങളല്ല പ്രതികരിക്കുന്നത്. മണിയെ തുടരരുത് എന്ന് പറയുന്നത് UAPയുടെ കാര്യത്തിൽ ശ്രീ രാജ്മോഹൻ താൻ പറയുന്നത് നിങ്ങൾക്കെങ്ങനെ ഇത് വല്ലാതെ ദുരുപയോഗം ചെയ്ത പശ്ചാത്തലമുള്ളപ്പോൾ സമരരംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുക എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് ദുരുപയോഗം ചെയ്ത പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടല്ലോ. കേരളത്തിൽ ഒരേ സമയത്തല്ലേ കേരളത്തിൽ ശശികല ടീച്ചറുടെയും 2 പ്രസംഗങ്ങൾ പോലീസിന് മുമ്പിലെത്തിയത്? എങ്ങനെയാണ് ഒരു പണ്ഡിതന്റെ പ്രസംഗം മാത്രം UAPയുടെ പരിധിയിൽപ്പെടുകയും ശശികല ടീച്ചർ പുറത്താവുകയും? ശരിയാണ്. അതിന്റെ പേരിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട എന്ന വിഷയത്തിലേക്കാണ് താങ്കൾ വരുന്നത്. ഞാൻ ഇടപെടുകയാണ്, ഞാൻ തിരികെ എത്താം. ശ്രീ ജേക്കബ് ജോർജ്, എല്ലാ നീക്കത്തിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വമേധയ, ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ സത്യസന്ധതയെ അനാദരിച്ചുകൊണ്ട് പറയുകയല്ല, രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി അതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ചോദിക്കുന്നതാണ്. സുധീർ